മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള AI ചിത്രം പ്രചരിപ്പിച്ചുവെന്ന കേസിൽ നാടകീയ സംഭവവികാസങ്ങൾ ഇന്നുണ്ടായി. കലാപാഹ്വാനത്തിന് കേസെടുത്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സുബ്രഹ്മണ്യനെ വിട്ടയച്ചു. താൻ പോസ്റ്റ് ചെയ്ത 2 ചിത്രങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണ് എന്നതായിരുന്നു സുബ്രഹ്മണ്യന്റെ പ്രതികരണം. കേൾക്കാം. CPM-ന്റെ ഉന്നതരായ 2 നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നു. എന്റെ പേരിൽ പോലീസ് കേസെടുക്കുന്നു, എന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, രാവിലെ മുതൽ ഈ നാടകം കളിക്കുകയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിന്റെ ആവശ്യമുണ്ടോ? ഇടക്കിടക്ക് ഏതോ കേന്ദ്രത്തിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ നിർദ്ദേശം വരികയാണ്. ഇപ്പൊ ഞാൻ ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങളോടൊന്നും തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരെയൊക്കെ ആരോധന കരുവൊക്കെയാണ്. അവർക്ക് വേണ്ടി പോലീസ് നാടകം കളിക്കുകയാണ്. കേരളത്തിൽ ഇതാണ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം കൂട്ടുപ്രതികളായ CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഇച്ഛാശക്തി കാണിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സ്വർണ്ണക്കൊള്ളക്ക് കൂട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുന്നത്. അതേസമയം പിശക് പറ്റിയ ചിത്രം പങ്കുവച്ചത് താനല്ലെന്നും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നയാൾ എന്നുമാണ് എൻ സുബ്രഹ്മണ്യൻ പോലീസിന് നൽകിയ മൊഴി. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, കഴിഞ്ഞ ദിവസം കേസെടുത്തു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് നാടകീയ സംഭവവികാസങ്ങൾ ഉണ്ടായത്. വീട്ടിൽ ചെന്ന് പിടിച്ചുകൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആശങ്ക അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. തനിക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോലും മരുന്ന് കഴിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും സാവകാശം തന്നില്ല. സ്വന്തം വാഹനത്തിൽ വരാൻ പറഞ്ഞിട്ട് ഒടുവിൽ പോലീസ് വാഹനത്തിൽ തന്നെ കൊണ്ടുപോവുകയായിരുന്നു എന്നൊക്കെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആവർത്തിച്ച് സുബ്രഹ്മണ്യൻ പറഞ്ഞത് താൻ പങ്കുവച്ച ചിത്രം AI ചിത്രമല്ല എന്നാണ്. ഇന്ന് പക്ഷേ അദ്ദേഹം പോലീസിന് നൽകിയ മൊഴിയിൽ അങ്ങനെ ഒരു പിശക് പറ്റിയിട്ടുണ്ട് എന്ന തരത്തിലേക്കാണോ പറഞ്ഞിട്ടുള്ളത്? അതുകൊണ്ട് അത് നീക്കം ചെയ്തു എന്നാണോ അദ്ദേഹത്തിന്റെ വിശദീകരണം? അനുജ, ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കുന്നതിന് വേണ്ടി ചെവായൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ വെച്ച് നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യം അത് AI ചിത്രമല്ല എന്നുള്ളതായിരുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയപ്പോൾ ഒരു പിശക് പറ്റിയിരുന്നു, ആ ചിത്രം അപ്പോൾ തന്നെ നീക്കം ചെയ്തു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് പോലീസിന് അദ്ദേഹം നൽകിയിട്ടുള്ള മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അതിൽ പറയുന്നത് ഈ ചിത്രം പങ്കുവെച്ചത് താനല്ല, തൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളാണ്, എന്നാൽ തൻ്റെ അറിവോടുകൂടിയായിരുന്നു അത് എന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു AI ചിത്രം കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് അദ്ദേഹത്തിൻ്റെ ഫോണ് വാങ്ങി വെക്കുകയും അത് സൈബർ സെല്ലിന് വിശദ അന്വേഷണത്തിന് വേണ്ടി കൈമാറുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വലിയ നാടകീയ നീക്കങ്ങളായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഈ നിർമ്മല ആശുപത്രിയും ചേവായൂർ പോലീസ് സ്റ്റേഷനും ഒക്കെ കേന്ദ്രീകരിച്ച് നടന്നത്. ആദ്യം ഏതാണ്ട് 7:30 മണി കഴിഞ്ഞ് ചേവായൂർ CIയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം അതിന് വിമുഖത കാണിക്കുന്നു. താൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊള്ളാം, നിങ്ങൾ മടങ്ങിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾക്കൊപ്പം വരണമെന്ന് ആവശ്യപ്പെടുന്നു. തുടർന്ന് അദ്ദേഹം അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസ് സംഘത്തിനൊക്കെ ഒപ്പം പോവുകയായിരുന്നു. അതിനിടെയാണ് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു BP വേരിയേഷൻ ഉണ്ടായിരുന്നു. അത് രാവിലെ മരുന്നൊന്നും കഴിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ഭക്ഷണവും കഴിച്ചിരുന്നില്ല, പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിച്ചിരുന്നില്ല, അതിനുള്ള സാവകാശം പോലും പോലീസ് തന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന, അദ്ദേഹവും കോൺഗ്രസ് നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ ഈ എൻ സുബ്രഹ്മണ്യൻ പങ്കുവച്ചിട്ടുള്ള അതേ ചിത്രം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ല, തനിക്കെതിരെ കേസുണ്ട്. ഇത് എന്ത് രാഷ്ട്രീയ ഇടപെടലാണ്, ഇത് എന്ത് കൂട്ടുകെട്ടാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇത്തരത്തിലൊരു വലിയ സ്വർണ്ണക്കൊള്ള കേരളത്തിൽ നടന്നിട്ട് അതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഈ പ്രതികരിച്ച ആളുകൾക്കെതിരെയാണോ നടപടി വേണ്ടത് എന്നൊരു ചോദ്യം കൂടിയാണ് ചോദിക്കുന്നത്. എന്നാൽ മറ്റൊരു കാര്യം, സ്വമേധയാണ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളത്, ആരെങ്കിലും പരാതി നൽകുകയോ അങ്ങനെയൊന്നും തന്നെയല്ല. CPM സംസ്ഥാന സെക്രട്ടറി ഇത് AI ചിത്രമാണ് എന്ന് പറഞ്ഞതിന് പിന്നാലെ ചേവായൂർ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. അപ്പോൾ അതിലേക്ക് നയിച്ചിട്ടുള്ള സാഹചര്യം എന്ത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ കലാപാഹ്വാനമടക്കമുള്ള വകുപ്പുകളാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ മൊഴി, പോലീസിന് നൽകിയിട്ടുള്ള ഈ മൊഴി ഇപ്പോൾ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പങ്കുവച്ചത് ഒരു AI ചിത്രമാണോ എന്നുള്ള സംശയം ഇപ്പോൾ പൊതുവിൽ രൂപപ്പെടുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തത തേടുന്നതിന് വേണ്ടി പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ
സൈബർ സെല്ലിന് കൈമാറിയിരിക്കുകയാണ്. അനുജ, അതാണ് പിശക് പറ്റിയ ചിത്രം പങ്കുവച്ചത് താനല്ല, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നയാളാണ് എന്നതാണ് എൻ സുബ്രഹ്മണ്യൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസവും ഒക്കെ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത് AI ചിത്രമല്ല, ക്യാപ്ചർ ചെയ്തെടുത്ത ചിത്രമാണ്, അത് വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തെടുത്ത ചിത്രമാണ്, കൃത്രിമ ചിത്രമല്ല എന്ന് പറയുന്നു. പക്ഷേ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല. ആദ്യം പങ്കുവച്ച ചിത്രം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിനും അദ്ദേഹം മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വിശദീകരണം നൽകിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുറച്ചുകൂടി നല്ല ചിത്രം നൽകുന്നതിന് വേണ്ടിയാണ് എന്നതാണ്. പക്ഷേ പോലീസിനോട് പറയുന്നത് പിശക് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഏതായാലും ഈ വിഷയം വലിയൊരു രാഷ്ട്രീയ വിഷയമായി വിവാദമായി തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.